കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഏട്ടാ ഇന്നൊരു ദിവസത്തേക്ക് ഏട്ടന്റെ കാറും തരാവോ? എന്തിനാ അഖിൽ? എനിക്കും ഏട്ടത്തേക്കും ഓഫീസിലേക്ക് പോകാനുള്ളതാണ്. ശരി ഏട്ടാ, അച്ഛനെ കൂട്ടിക്കൊണ്ടുവരണമായിരുന്നു. അത് കുഴപ്പമില്ല, ഇവിടെ ബൈക്ക് ഉണ്ടല്ലോ, അതിൽ കൂട്ടിക്കൊണ്ടുവരാം. അച്ഛനെ ബൈക്കിൽ വിളിച്ചോണ്ട് വരാന്നോ? അതെ ഏട്ടാ. വേണ്ട, അത് ശരിയാവില്ല. അച്ഛന് കംഫർട്ട് ആയിരിക്കില്ല. നീ എന്റെ കാർ എടുത്തിട്ടോ. അപ്പോ ഏട്ടനും ഏട്ടത്തി ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് പൊക്കോളാം. നോ പ്രോബ്ലം. ക്യാബൊക്കെ എന്തിനാ? ബുള്ളറ്റ് എടുത്തോണ്ട് പൊക്കോടെ ഏട്ടാ. ബുള്ളറ്റോ? അത് ഇവന്റെ ജോലിക്ക് വേണ്ടിയും ഒരുപാട് സ്ഥലങ്ങളിൽ പോവേണ്ടി വരില്ലേ? ബുള്ളറ്റ് ഉണ്ടെങ്കിൽ കംഫർട്ട് ആയിരിക്കില്ലേ യാത്ര ചെയ്യാൻ? എന്താ അഖിൽ? ഏട്ടനും ഏടത്തിയും ഇന്ന് ബുള്ളറ്റിലാ യാത്ര ചെയ്യാൻ പോകുന്ന വലിയടത്തി. ബുള്ളറ്റിലാണോ പോകുന്നത്? നല്ല രസമായിരിക്കും. പോയിട്ട് വാ വസു. ടൂ വീലർ തനിക്ക് ഓക്കെ ആണോ? ഇതെന്ത് ചോദ്യം അബി? വസു സ്കൂട്ടി നന്നായിട്ട് ഓടിക്കുന്നതല്ലേ? അതുകൊണ്ട് ഞാൻ ബുള്ളറ്റ് ഓടിക്കണമെന്നോ? അയ്യോ, ഏടത്തി ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഏട്ടൻ തന്നെ ഓടിച്ചോളൂ. അത് അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടി അഖിലിന് എന്റെ കാറ് വേണമെന്ന്. തനിക്ക് കംഫർട്ട് അല്ലെങ്കിൽ നമുക്ക് ക്യാബിൽ തന്നെ പോവാം. ആവശ്യമില്ലാതെ എന്തിനാ ക്യാബ്? ബുള്ളറ്റിൽ തന്നെ പോയിട്ട് വാ, നന്നായിരിക്കും അല്ലേ വസു? ഓ യെസ് യെസ്. ഏട്ടാ ഒരു മിനിറ്റ്. Come on baby, let's go on the bullet. On the wheel പാടി പോവാം duet. Come on baby, let's go on the bullet. ചേച്ചി പോയിട്ട് വാ ഏട്ടാ. വസു ചെല്ല്. ഓൾ ദി ബെസ്റ്റ് ഫോർ ജോളി റൈഡ് ഏട്ടാ. ഇതെന്താ വസു ഇടയ്ക്ക് ഇത്രയും വലിയ ഗ്യാപ്പ്? ഒന്നാമത് ബുള്ളറ്റാ, നന്നായിട്ട് പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ നീ പിന്നോട്ട് പോയി വീഴും. സപ്പോർട്ട് വേണമെങ്കിൽ ഏട്ടനെ ഒന്ന് പിടിച്ചോളൂ ഏട്ടത്തി. അഖിൽ, ഇതെല്ലാം നിന്റെ ഐഡിയ അല്ലേ? ഏട്ടത്തി കണ്ടുപിടിച്ചു അല്ലേ? ഇതുപോലെ ഉരുട്ട് ബുദ്ധിയല്ല നിനക്കല്ലാതെ വേറെ ആർക്കാണ്? ഏടത്തി എന്റെ ചെവി പൊന്നാക്കുമല്ലോ. വേണമെങ്കിൽ വലിയേട്ടനും ഏടത്തിക്ക് ഇതുപോലെ സെറ്റാക്കി തരാം ഞാൻ. ഏട്ടൻ ബൈക്ക് ഓടിച്ചിട്ട് ഞാൻ കേറിയത് തന്നെ. അപ്പൊ ഏടത്തി ഓടിക്കണം.
അതിന്റെ ഒന്നും ആവശ്യമില്ല. നീയും കാർത്തികയും കൂടി പോയാ മതി. അയ്യോ ഏടത്തി, ഞങ്ങൾ ഒരുപാട് പോയിട്ടുള്ളതാ. ഏടത്തി പിന്നെ കാണാം. ഏടത്തി കണ്ടില്ലേ, ചുരിദാർ വേണ്ടാന്ന് ഏട്ടത്തി ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവള് കേക്കാതെ പോയത് കണ്ടില്ലേ? കുറച്ചു നേരത്തെ ഞാനും പറഞ്ഞതാ ഏട്ടത്തിയോട്, ഇങ്ങനെയുള്ള വേഷമൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല, സാരി എടുത്തോണ്ട് പോയാ മതി ഏട്ടത്തി എന്ന് പറഞ്ഞു. അതിന് എന്താ അവള് പറഞ്ഞേ? ഇത് എന്റെ ഡ്രസ്, എന്റെ ഇഷ്ടം, അമ്മയുടെ ഇഷ്ടം ഞാനെന്തിനാ നോക്കുന്നേന്ന്. ആ അയ്യോയ്യോയ്യോ, അങ്ങനെ പറഞ്ഞു അവള്. വേറെന്തൊക്കെ പറഞ്ഞു? ഏട്ടന് ഇഷ്ടപ്പെട്ടല്ലോ, പിന്നെ അമ്മയ്ക്ക് എന്താ കുഴപ്പം, അമ്മ എന്തിനാ ഇടപെടുന്നതെന്നൊക്കെ. അയ്യോ ശോ, കേട്ടോ ഏടത്തി? ആ വസുവിന്റെ അഹങ്കാരം കണ്ടോ? ഏട്ടത്തി വളം വെച്ച് കൊടുത്തിട്ടാ ഏട്ടത്തി നനഞ്ഞപ്പോ അവള് തലേ കയറാൻ തുടങ്ങിയത് കണ്ടോ? അതെ അമ്മേ, അമ്മ വസുവേട്ടത്തിക്ക് ഓയിന്റ്മെന്റ് കൊടുത്തത് വലിയ തെറ്റായി പോയി. ഇപ്പൊ ഏട്ടത്തിക്ക് അമ്മ തലവേദനയായി മാറിയില്ലേ? നമ്മുടെ ഇവന്റ് അല്ലേന്ന് കരുതി ഏട്ടത്തി സമ്മതിച്ചു. ഇപ്പൊ ഏട്ടത്തിയുടെ വാക്കിന് പുല്ല് വില കൽപ്പിച്ചല്ലേ അവള് പോയത്. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കി പിന്നെ പിന്നെ ഏട്ടത്തി അവൾ അനുസരിക്കോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും വസുവേട്ടത്തി ചെയ്തത് അത്രക്ക് ശരിയായില്ല. നാളെ ഒരുപക്ഷെ ഞാൻ ജോലിക്ക് പോവാണെങ്കിൽ സാരി ഉടുത്തുകൊണ്ടേ പോകത്തുള്ളൂ. വസുവേട്ടത്തെ പോലെ ചുരിദാറൊന്നും ഉടുക്കില്ല. അമ്മ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കൂ. ഇപ്പൊ ഈ ടോപ്പിക്കിന്റെ ആവശ്യം എന്താടി? ഇതുപോലെയുള്ള സമയത്തല്ലേ എനിക്ക് എന്നെ എൻകറേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിന്റെ അതിബുദ്ധി ഒന്ന് നിർത്ത്. ഇത് ഏട്ടത്തെ എങ്ങനെ കണ്ടുപിടിച്ചാ പിന്നെ നമ്മുടെ കാര്യം പോക്കാം, പിച്ച എടുക്കേണ്ടി വരും. എന്താന്നറിയില്ല ഏട്ടത്തി, എനിക്ക് വല്ലാത്ത ക്ഷീണം. ഇന്നലെ ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഏട്ടത്തിയുടെ നല്ല സ്വഭാവം ഏട്ടത്തിക്ക് എന്നെ പാരയാവരുതേ. വെറുതെ വിഷമിക്കരുത്, അതുകൊണ്ടാ. അതെ അമ്മേ, വസുവേട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നറിയാതെ ആവശ്യമില്ലാതെ ഞാനും ഏട്ടത്തിയെ കുറച്ച് സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ദാ ഞാൻ അമ്മയെ വേദനിപ്പിച്ചു. ഐ എം വെരി സോറി അമ്മേ. അവള് ചെയ്ത തെറ്റിന് നീ എന്തിനാണ് സോറി പറയുന്നേ? അവള് ചെയ്ത തെറ്റല്ല ഏടത്തി അറിഞ്ഞ നിന്റെ അമ്മായിയുടെ ജീവൻ തന്നെ പോകും. അതുകൊണ്ടാ പറയാത്തെ. മനസമാധാനല്ലേ നമുക്ക് ജീവിക്കാം, പക്ഷെ ജീവൻ പോയാൽ എങ്ങനെയാ ജീവിക്കുക? ആ പറയണ്ട ആന്റി, അങ്ങനെയൊന്നും പറയരുത്. അമ്മ 100 years വരെ ജീവിക്കണം. അതുകൊണ്ടാ മോളെ ഞാൻ എന്റെ വായ അടച്ചേക്കുന്നേ. എത്രയാന്ന് വെച്ചാ മറിച്ച് വെക്കുക. എന്നെങ്കിലും ഞാൻ അറിയാതെ എന്റെ വായിന്ന് വീഴുമെന്നാ പേടി. എന്താ ആന്റി, അമ്മ ഒന്നും പറയാതെ പൊയ്ക്കളഞ്ഞത്? അവളിപ്പോ ഒന്നും പറയില്ലടി. വൈകുന്നേരം ബസ് വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷമായിരിക്കും മേള ആരംഭിക്കുക. സത്യമായിട്ടും വൈകുന്നേരം ഏട്ടത്തിയും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവോ? അതെന്റെ ജോലിക്കാര്യത്തെ ബാധിക്കില്ലല്ലോ. നീ ഒരു മണ്ടി അഞ്ഞടി. നടക്കാൻ പോകുന്ന വഴക്കാസ്വദിക്കേ. നിന്റെ കാര്യം പിന്നെ. ിൽ
ഇത്രയും ഡെക്കറേഷനൊക്കെ? എന്താടാ ഷോക്കിംഗ് ആയിട്ടുണ്ടോ? ഏട്ടാ, നമ്മുടെ ഓഫീസിൽ ആരെങ്കിലും ഇവന്റ് ചെയ്തിട്ട് പോയോ? എന്താടാ കളിയാക്കുവാണോ? നമ്മുടേത് ഈവന്റ് ഓഫീസ്. നമ്മുടെ ഓഫീസിൽ ആരെങ്കിലും ഈവന്റ് ചെയ്യൂടാ? ഏയ് അതല്ല, ഓഫീസ് മുഴുവൻ കളർഫുൾ ആയിട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കത്തുള്ളൂടാ. ഞാനിവിടെ ഉള്ളപ്പോ അതല്ലാതെ വരാൻ വഴിയില്ലല്ലോ. ആരാ ഏട്ടൻ എന്തൊക്കെ ചെയ്തേ? പിന്നല്ലാതെ. ഇത്രയും നാൾ ഭാസ്കർ എന്ന് പറഞ്ഞാൽ ലേസി, ഭാസ്കർ എന്ന് പറഞ്ഞാൽ ലേറ്റ്. ഇത്രയും നാൾ നിനക്കൊരു മൈൻഡ് ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്തു പറയുന്നു? ഏട്ടൻ ഡെക്കറേഷൻ മാത്രമേ ചെയ്തുള്ളൂ, ഞാനോ അതൊക്കെ മേലെ ചെയ്തേക്കുന്നേ. അതിനേക്കാളും ചെയ്തെന്നാ? എന്താടാ ചെയ്തേ? അഭിയേട്ടനെയും വസുവേട്ടത്തെയും ബുള്ളറ്റിലാ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ബുള്ളറ്റ് റൈഡ് ജോളി ട്രിപ്പ്. ഏട്ടനും ഏട്ടത്തെ ഒന്ന് ക്ലോസ് ആവാൻ ഇതിലും നല്ല പ്ലാൻ വേറെ ഏതാ ഏട്ടാ ഉള്ളത്? നിന്റെ ഐഡിയ നല്ലത് തന്നെയാണ്, പക്ഷെ ഞാൻ അതിനേക്കാളും വലുത് ചെയ്തിട്ടുണ്ട്. എന്ത് ഡെക്കറേഷനാ? അല്ല, വേറെന്താ? സസ്പെൻസ്. ഏട്ടൻ എന്ത് കാര്യം ചെയ്താലും അവസാനം അത് കുളമായിട്ടാ മാറാറ്. ആദ്യം ഏട്ടന്റെ പ്ലാൻ എന്താണെന്ന് പറയാ. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനാ. വായടച്ചു വെച്ച് കണ്ണ് തുറന്നുകൊണ്ട് നടക്കാൻ പോകുന്ന എന്താണെന്ന് കണ്ണ് നോക്ക്. ഞാൻ ഭാസ്കരാടാ. അയ്യോ, ആ ഇത്രയ്ക്ക് വലിയ പ്ലാൻ എന്താണെന്ന് നോക്കട്ടെ. ശശിമുഖി തോൽക്കുമിമ്പമായി എന്റെ അരികിൽ മനമേകാൻ കുസുമമതി ഗന്ധമായി തേടി ഞാൻ. ശാസനാനുവാദം തായി നാമമുദ്രയാ ശതജന്മ ഭാഗ്യവാരി പോലെ എന്റെ കൈയിൽ നീ മയങ്ങു നിന്നിതോ വിചാരി ഞാൻ ചെയ്ത പുണ്യമായി മുന്നിലോ വിടർന്നു മധുവാർന്ന പൂവുകൾ നവരാജദേവ കന്യവി. അതാ അഭിയും ബസ്സും വന്നിട്ടുണ്ട്. ഹേയ് ലിസൺ എവരിബഡി, ഞാൻ പറഞ്ഞതൊക്കെ അതുപോലെ നടക്കണം കേട്ടോ. ഓക്കെ സർ. മൂവ്.
അടടടടടടാ. സൂപ്പർ ഏട്ടാ, ഏട്ടന്റെ പ്ലാൻ ഒരു രക്ഷയുമില്ല. ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ, ഞാൻ പുലിയല്ല പൊപ്പുലിയാണെന്ന്. വലിയേട്ടാ വെറുതെ തള്ളല്ലേ. ഇതുപോലെ അഭിയേട്ടന് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു. സംഭവം തീർന്നിട്ടില്ലടാ, ഇനിയുണ്ട്, നീ നോക്കിക്കോ. മാമിനെ കാണാൻ ക്യൂട്ട് ആയിട്ടുണ്ട്. സാറും മേഡവും മെയ്ഡ് ഫോർ ഈച്ചർ ആണല്ലോ. യെസ് മാം, നിങ്ങളുടെ ജോഡി അടിപൊളിയാ. ഇതും ഏട്ടന്റെ സെറ്റപ്പാ. പിന്നല്ലാതെ എത്ര സമയമായിട്ട് ഓഫീസിലൊന്നും നിൽക്കാന്നറിയോ? എല്ലാവർക്കും ഡയലോഗ് പറഞ്ഞിട്ട് നിർത്തിയിരിക്കുക. ഇങ്ങനെ പുകഴ്ത്തുന്നത് അഭിയേട്ടന് തീരെ ഇഷ്ടമല്ലെന്ന് അറിയില്ല ഏട്ടാ. അഭിക്ക് ചിലപ്പോ ഇഷ്ടമില്ലായിരിക്കും, പക്ഷേ വസുവിന് ഇതൊരു നല്ല വെൽക്കം ആയിരിക്കില്ലേ? അപ്പൊ നമ്മുടെ എൻട്രി എപ്പോ? ഇപ്പൊ തന്നെയാ. ആ വാ. ഹേ ഗൈസ്, എന്താ ഇതൊക്കെ? വൈ ആർ ഗ്യാദറിംഗ് ഹിയർ? അഭി, വസു, നിങ്ങൾ ഇതെപ്പോഴാ വന്നേ? വസു ഇന്ന് ഓഫീസ് വരുമെന്ന് അറിയായിരുന്നു, പക്ഷേ ലേറ്റായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചേ. സോറി കേട്ടോ, സ്പെഷ്യലായിട്ട് ഏർപ്പാടൊന്നും ചെയ്തിട്ടില്ല. ഓവറായിട്ട് കിടന്ന് ചിലക്കല്ലേ ഏട്ടാ, പണി കിട്ടും. ഹേ ഗൈസ്, ഗെറ്റ് ബാക്ക് ടു യുവർ വർക്ക്സ്. ഇങ്ങ് തന്നേക്കെ എടുത്തി. വസു, നമ്മുടെ ഓഫീസ് എങ്ങനെയുണ്ട് മോളെ? അബി, വസുവിനെ നിന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോ. നമ്മുടെ സ്റ്റാഫിനെയൊക്കെ പരിചയപ്പെടുത്ത്. ആദ്യം വർക്ക് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അഖില, നീ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് എന്താ ഓഫീസിൽ നിൽക്കുന്നേ? അത് ശരിയാ ഏട്ടാ, ഞാൻ അച്ഛനെ കോൾ ചെയ്തു. ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആവും, നീ ഓഫീസിലേക്ക് പോവാനാ പറഞ്ഞേ. അപ്പോ ഞാനിങ്ങ് പോന്നു. അപ്പോ നീ വേണമെന്ന് വെച്ചിട്ട് ബുള്ളറ്റിൽ അയച്ചതാണല്ലേ ഞങ്ങളെ?